ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ നെസസ് ഓൺ വീൽസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു അൺബോക്സിങ് വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയൊരു ഗാഡ്ജറ്റ് DJI Osmo Pocket 3. അപ്പോൾ DJIയുടെ കോംബോ പാക്കിൽ DJI Pocket 3 കോംബോ പാക്കിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഈ ഇരിക്കുന്ന കണ്ടില്ല, ഇതാണ് ലെൻസാണ്. പിന്നെ അവിടെ ഇരിക്കുന്ന നമ്മുടെ ബാറ്ററി ഉണ്ട്, പിന്നെ ട്രൈപോഡ്, ഒരു കേബിളുണ്ട്, പിന്നെ ഇതിൻ്റെ ഒരു പൗച്ചാണ്. നമുക്ക് ഈ പൗച്ച് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതൊരു ഹാർഡ് പൗച്ചാണ്. ശരിക്കും ഇതിനകത്ത് നമ്മുടെ ക്യാമറ വെച്ചിട്ട് പോക്കറ്റിലൊക്കെ വെക്കുവാണെങ്കിൽ ക്യാമറയ്ക്കൊന്നും സംഭവിക്കത്തില്ല, കാരണം അതിൻ്റെ ഗിംബലൊന്നും ചീത്തയാവാതിരിക്കാനുള്ളൊരു പൗച്ചാണ്. നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമുക്ക് ഈ പൗച്ചിനകത്തോട്ട് ക്യാമറ ഒന്ന് വെച്ച് നോക്കാം. ശരി, ഇങ്ങനെയല്ല, തിരിച്ചാണ് ശരിക്കും വെക്കേണ്ടത്. സ്ക്രീന് ഇതിനകത്തോട്ട് പോകണം. ഇനി നമുക്ക് നമ്മുടെ DJI Pocket 3 Osmo ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. റെഡ് ബട്ടണിൽ ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ മതി ഓണാവാൻ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ഈ സെറ്റപ്പൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് ചെയ്യാനായിട്ട് DJI Mimo എന്നൊരു ആപ്പുണ്ട്. നമ്മൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പോൾ മൊബൈൽ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് അതിൻ്റെ സെറ്റപ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ DJI Pocket 3 നമ്മൾ ഫുള്ള് സെറ്റാക്കി. ഇങ്ങനെയാണ് ഇതിൻ്റെ കവറ്. നമ്മൾ ലെൻസ് ഇവിടെ വെക്കാനുള്ള പിന്നെ ഇപ്പോൾ ഒരു പോക്കറ്റ് ഉണ്ട് അവിടെ. അപ്പോൾ നമ്മുടെ ലെൻസ് മാഗ്നറ്റ് ഇങ്ങനെ അവിടെ ഇരുന്നോളും. പിന്നെ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഇത്. കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഓൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിങ്ങനെ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്താൽ ഓൺ ആവും. റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് റെഡ് ഞെക്കാം. റെഡ് ഞെക്കിയാൽ നമ്മുടെ റെക്കോർഡിങ് ഇപ്പോൾ സ്റ്റാർട്ടായി. പിന്നെ SD കാർഡില്ല, അതാണ്. പിന്നെ ക്യാമറ ഇത് ഗിംബൽ മേപ്പോട്ടും താപ്പോട്ടും ആണെങ്കിൽ നമ്മളിതിൽ യൂസ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ നമുക്ക് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ 1 ഇഞ്ച് എന്നുള്ളതുണ്ട്, അവിടെ ടച്ച് ചെയ്തതിന് ശേഷം ഇത് മേപ്പോട്ടാക്കുവാണെങ്കിൽ സൂം ആവും, താപ്പോട്ടാക്കുവാണെങ്കിൽ സൂം ഔട്ട് ആവും. വീണ്ടും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗിംബൽ മോഡിലേക്ക് വരും. പിന്നെ ക്യാമറ നമ്മളിലേക്ക് തിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ സാധനം ഞെക്കി ചെയ്താൽ ഇത് ഇവിടെ ഒരു സിമ്പിൾ കാണാം. അത് ടച്ച് ചെയ്യുമ്പോൾ ക്യാമറ നേരെ തിരിയും, അങ്ങനെ വരും. ഓക്കെ, വ്ളോഗ് എടുക്കാനായിട്ട് ഇപ്പോഴത്തെ ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു വീഡിയോ ക്യാമറയാണിത്. ഇതിന് നല്ല ഗിംബൽ ഉണ്ടായതുകൊണ്ട് കണ്ടില്ലേ, നമ്മൾ എങ്ങനെയൊക്കെ ഇത് ചെയ്താലും ഷേക്കിംഗ് ഒന്നും വരത്തില്ല. നമുക്ക് ഷേക്കൊന്നും ഇല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റും. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ എല്ലാ വീഡിയോസും ഇതിലാണ് എടുക്കുന്നത്. ഞാനിത് എന്നാ വാങ്ങിച്ചത് എന്ന് ചോദിച്ചാൽ, ശരിക്കും ഞാൻ ഈ Pocket 3 കാണുന്നത് ഞങ്ങൾ ചെക്ക് റിപ്പബ്ലിക്കിൽ ഒരു ട്രിപ്പ് പോയ സമയത്താണ്. അപ്പോൾ അവിടെ 2 ചൈനീസ് ആൾക്കാർ ഇത് വെച്ചിട്ട് പിന്നെ ടൈം ലാപ്സും ഒക്കെ എടുക്കുന്ന കണ്ടു. അപ്പമാണ് ഞാൻ ഈ ക്യാമറ ശ്രദ്ധിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് കുറച്ച് ഗൂഗിളൊക്കെ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഗുണങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ ഞാൻ ഫെബ്രുവരി വാങ്ങിയതാണ്. അപ്പോൾ അന്ന് തൊട്ട് ആദ്യമേ ഇതൊക്കെയാണ് ഇതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത്. ഇതിലാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പം ഇത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിലെ വേറെ ഓപ്ഷനാണ്, ഇവിടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫേസ് ഡിറ്റക്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ ഡൈനാമിക് ഫ്രെയിമിങ്, അതൊരു ജസ്റ്റ് പോയിന്റ് വെച്ചിട്ട് നമ്മൾ അനുസരിച്ചെടുക്കാം. പിന്നെ ഏറ്റവും ഗുണമുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ക്യാമറ റൊട്ടേറ്റ് ചെയ്യാം. അതായത് 90 ഡിഗ്രി ഇട്ടിട്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു അടിപൊളി വ്യൂ ഒക്കെ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കാം. തിരിച്ചിങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ 180 ഡിഗ്രിയിലും റൊട്ടേറ്റ് ചെയ്യുന്ന ഓപ്ഷനുണ്ട്. 180 ഇടുവാണെങ്കിൽ അത് ശരിക്കും ഇങ്ങനെ മേപ്പോട്ടാണ്. അപ്പം നമ്മൾ ക്യാമറ സപ്പോസ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇത് ഫുള്ള് റൊട്ടേറ്റ് ചെയ്യും. മനസ്സിലായി. ഇപ്പോൾ നമ്മൾ റൂഫ് ടോപ്പിലൊക്കെ ഉള്ള അടിപൊളി വ്യൂസൊക്കെ ഇങ്ങനെ ഫുൾ റൊട്ടേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. പിന്നെ നമ്മളിത് ഓഫ് ചെയ്യാനായിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്ക്രീൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 2 സെക്കൻഡിൽ ഓഫ് ആവും. പിന്നെ നമുക്ക് പോർട്രേറ്റ് മോഡിൽ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി, അപ്പോൾ ഓൺ ആവും. അപ്പോൾ പോർട്രേറ്റ് മോഡാണ്. ഇതിൻ്റെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഓപ്ഷൻ. പിന്നെ 4K ആണ്. മെമ്മറി കാർഡ് നമുക്ക് ഇവിടെ ഇടാം. ഞാനിപ്പോൾ ജസ്റ്റ് റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ അപ്പോൾ ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ Pocket 3 ആണ്. DJIയുടെ Pocket 3 ആണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ എന്നാൽ 20 മിനിറ്റ്സും കൊണ്ട് ഇത് ഫുൾ ചാർജ് ആവും. അപ്പോൾ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ബാറ്ററി ഉണ്ട്. ഞാൻ കോംബോ പാക്കാണ് എടുത്തത്. അപ്പോൾ കോംബോ പാക്കിൻ്റെ അത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഓൾറെഡി ഒരു മൈക്കുണ്ട്, പിന്നെ ഈ കവറുണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ ബാറ്ററി ഉണ്ട്, പിന്നെ ബാറ്ററി ഇല്ലാതെ ഒരു ചെറിയ ഹാൻഡിലുണ്ട്, പിന്നെ ഒരു ചെറിയ ട്രൈപോഡുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഈ പൗച്ചിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇത് ഈസി ആയിട്ട് നമുക്ക് പോക്കറ്റ് വെക്കാം. ഇത്രയേ ഉള്ളൂ. ശരിക്കും ഈ ഒരു കൈപ്പത്തിയേക്കാട്ട് ചെറിയ സാധനമാണ്. ഇതിന് നമ്മുടെ പോക്കറ്റിൽ കിടന്നോളും. ഈസി ആയിട്ടിരിക്കും. ഈ ഇത് ഉണ്ടായിട്ട് നല്ല പ്രൊട്ടക്റ്റീവ് പൗച്ചാണ്.
ഹാർഡ് പൗച്ചാണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കും. ഇനി പൗച്ചിനകത്ത് ബാക്കി എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൗച്ചിനകത്ത് ഇവിടെയാണ് നമ്മൾ DJI ക്യാമറ വെക്കുന്നത്. ഇട്ട് വെക്കാൻ ഭയങ്കര പാടാണ്, അപ്പോൾ ഇത് ഭയങ്കര ഇതാണ് ട്രൈപോഡ്. ഈ ട്രൈപോഡ് നമ്മുടെ ഇതിൽ പിടിപ്പിക്കാൻ പറ്റും. കാണിച്ചു തരാം. ഇതിലിടണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഹാൻഡിൽ ഫിറ്റ് ചെയ്യണം ഇതിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹാൻഡിൽ. ഇത് ജസ്റ്റ് ഒരു ഹാൻഡിലാണ്. ഈ ഹാൻഡിലും നമുക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ ഹാൻഡിൽ ഇടാനാണെങ്കിൽ ഇത് ഈസിയാണ്. ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്തിട്ടാൽ മതി. രണ്ട് സൈഡും പ്രസ് ചെയ്തിടുക. ഇനി ഊരണമെങ്കിൽ ഇതിൽ പ്രസ് ചെയ്തുകൊണ്ട് ഊരിയാൽ മതി. ഇപ്പോൾ ഈ ഹാൻഡിൽ ഇടുവാണെങ്കിൽ നമുക്ക് ട്രൈപോഡ് ഇതിലിങ്ങനെ കറക്കി ഫിറ്റ് ചെയ്യാം. അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് തന്നെ നമ്മുടെ വീഡിയോസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിട്ടിട്ട് ഫേസ് ട്രാക്കിംഗ് ഉണ്ട്. ഫേസ് ട്രാക്കിംഗ് ഓൺ ചെയ്താൽ നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ക്യാമറ മൂവ് ചെയ്യും. എന്നിട്ട് ഈ ട്രൈപോഡിൽ വെക്കാം. അതൊരു ഓപ്ഷൻ. ഇത് നമുക്ക് ഊരാനായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിവിടെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഊരിയെടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ള അടുത്തൊരു അക്സസറിയാണ് ഇത്. എക്സ്ട്രാ ബാറ്ററിയാണ്. ഇത് നമുക്ക് എക്സ്ട്രാ അത്രയും സമയം കൂടെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന് 20 മിനിറ്റ്സ് കൊണ്ട് ഫുൾ ചാർജ് ആവും. അപ്പം നമ്മൾ ഏകദേശം ഇതിൻ്റെ ചാർജ് തീരാറാകുമ്പം ഈ ബാറ്ററി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ ചാർജ് കുറച്ച് സമയം മതി. 20 മിനിറ്റ്സ് കൊണ്ട് ഇതിലോട്ട് ചാർജ് ആവും. പിന്നെ ഇതെടുത്തിട്ട് നമുക്ക് വീണ്ടും ചാർജ് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യമേ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി ഇടുകയാണെങ്കിൽ ഇതിലെ ചാർജ് ആയിരിക്കും ആദ്യം പോകുന്നത്. ആ സമയം കൊണ്ട് നമുക്കിത് ചാർജ് ചെയ്തെടുക്കാം. പവർ ബാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ പവർ ബാങ്കിൽ കുത്തിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചാർജ് ആവും. അപ്പോൾ ഇതും ജസ്റ്റ് ഇങ്ങനെ തന്നെ ഇടുക. പിന്നെ നമുക്ക് ഈ ബാറ്ററിയിലും വേണമെങ്കിൽ ട്രൈപോഡ് പിടിപ്പിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇത് രണ്ടുകൂടെ വെച്ചിട്ട് വേണേൽ ബാറ്ററി കൂടിയും വെക്കാം. അപ്പോൾ അതാണ് ഈ ബാറ്ററി ഉള്ളത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പം സാധാരണ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പം ഇത് രണ്ടുകൂടെ ഉണ്ടായിട്ട് എനിക്ക് ഇതുവരെ ചാർജിൻ്റെ പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ ഒരു പവർ ബാങ്ക് ഉണ്ടാവും. അപ്പോൾ ഇത് പവർ ബാങ്ക് ബാഗിലോട്ട് ഇട്ടാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാർജ് ആവും. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള അടുത്ത അക്സസറിയാണ് DJIയുടെ ഒരു മൈക്കുണ്ട്. ഈ മൈക്ക് ഓൾറെഡി ഇതുമായിട്ട് പെയ്ഡാണ്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ ഇത് വീഡിയോ മോഡിൽ ഇടുവാണെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ ഇത് സംസാരിക്കുന്നത് ഈ വീഡിയോയുടെ കൂടെ ഇതിനകത്ത് റെക്കോർഡിങ് ആയിക്കോളും. അപ്പം അതൊരു ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് ഈ കോംബോ പാക്ക് വാങ്ങുമ്പോൾ മാത്രമാണെന്ന് തോന്നുന്നു ഇതിൻ്റെ കൂടെ ഇതുള്ളത്. പിന്നെ മൈക്കിൻ്റെ കൂടെ ഈ പിന്നെ എയറിൻ്റെ സൗണ്ടൊക്കെ വരാതിരിക്കാനുള്ള എയർ ഷീൽഡ് ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ മൈക്കിൻ്റെ കൂടെ അതും യൂസ് ചെയ്യാം. ഇതൊക്കെയാണ്. ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം ഇതിലാണ് എടുക്കുന്നത്. അപ്പം അടിപൊളി സംഭവമാണ്. അപ്പം ഇത് വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ഗുണമുള്ള സംഭവമാണ്. അപ്പം എൻ്റെ വീഡിയോസ് എൻ്റെ മറ്റു വ്ളോഗിലൊക്കെ ഇപ്പോൾ റീസെൻ്റായിട്ടുള്ള വ്ളോഗിലൊക്കെ ഇതിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ കുറച്ച് ചെറിയ വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ DJI Pocket 3 ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.